മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മുടെ ഓണം സ്പെഷ്യൽ ആക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഒരു ശാസ്ത്രീയ സംഗീതജ്ഞയാണ്, ചലച്ചിത്ര പിന്നണി ഗായികയാണ്, കൂടാതെ ഗായത്രി വീണയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ കേരളത്തിന്റെ കലാരംഗത്ത് തൻ്റെതായ സ്ഥാനം നേടിയിട്ടുള്ള നമ്മുടെ സ്വന്തം കേരള ശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ്. നമുക്കറിയാം, ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒട്ടനവധി നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. കൂടാതെ സെല്ലുലോയിഡ് എന്ന സിനിമയിൽ കാറ്റേ കാറ്റേ എന്ന ആദ്യ ഗാനം ആലപിച്ചുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ചേക്കേറിയ ഒരാളാണ്. മാത്രമല്ല, ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ സിനിമയിൽ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് മലയാളികളുടെ അഭിമാനമായി തീർന്നു. ഇപ്പോൾ ഇതാ ഭരതനാട്യം എന്ന സിനിമയിലും ഒരു പാട്ട് പാടി ഈ മേഖലയിൽ സജീവമായി നിലനിൽക്കുകയാണ് നമ്മുടെ ചേച്ചി. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ചേച്ചി ഓണവിശേഷങ്ങൾ? ഓണവിശേഷം സൂപ്പർ. എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ആദ്യം മൈഫിൻ ചാനലിൽ എല്ലാവർക്കും ഹാപ്പി ഓണം. ചേച്ചിക്കും എന്റെയും മൈഫിൻ ടിവിയുടെയും പേരിൽ ഓണാശംസകൾ താങ്ക് യു. ഓണം ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഓണം ഒരുക്കങ്ങൾ അടിപൊളിയാണ്. ഓണത്തിന് മിക്കപ്പോഴും പ്രോഗ്രാമുകൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുക. അവർ രണ്ടുപേരേ ഉള്ളൂ. ഇപ്പം എപ്പോഴും അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഞാനുണ്ടെങ്കിൽ അവർക്ക് അവിടെ ആഘോഷമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കും. ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും. ചിറ്റപ്പൻ്റെ പെരവാസ്തുലി കഴിഞ്ഞ് സുധാമ എന്നാണ് പേര്. ഞങ്ങളുടെ സ്വന്തമാണ്. അപ്പം ചിറ്റപ്പൻ്റെ പെരവാസ്തുലി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ. പുതിയ വീട്ടിൽ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ മിക്കവാറും അവിടെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ അടിപൊളി ഓണമായിരുന്നു കേട്ടോ. ഓണപ്പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടോ? ഓണപ്പാട്ട് ഒരെണ്ണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഏതാണത്? അത് മറന്നു വരും. മെഡ്ലെ പോലെ ഇരിക്കുന്നത്. അമ്പറമും നാഴി നെല്ല് കുത്തിയാരെ നാനേ നാനാൻ, അങ്ങനെ ഒരു സംഭവമാണ്. ഒരു മെഡ്ലെ സോങ് ആണ്. മറന്നു, കുറേ വർഷമായി പാടിയിട്ട്. ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ഓണപ്പാട്ടുകൾ വരുമല്ലോ. അങ്ങനെ ചേച്ചിക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഓണപ്പാട്ടുകളുണ്ടോ? തോനെയാണ്, ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ദാസേട്ടനും ചിത്രചേച്ചിയും കൂടെ ഡിവൈറ്റ് പാടിയില്ലേ, ഒരു പൊന്നോണം വന്നോ പൂമ്പട്ട് വിരിക്കുമീ പൊന്നിലഞ്ഞീ തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ, ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. എന്താ അർത്ഥവത്തായ പാട്ടല്ലേ ഇത്? അതെ അതെ, ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോഴും ഓണം വരുമ്പോൾ നമ്മൾ പിഞ്ചോമന കുട്ടികളായി മാറുകയാണ് അല്ലേ. നമ്മുടെ ആ കുട്ടിത്വം എപ്പോഴും നമുക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. കുട്ടിക്കാലത്തെ ഓണത്തെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത്? സൂപ്പറായിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു. അച്ഛൻ, പിന്നെ അമ്മ, പിന്നെ അച്ഛമ്മ, മുത്തശ്ശി, അതായിട്ടുള്ളൊരു ഓണം. സൂപ്പർ ഓണമായിരുന്നു കേട്ടോ. അതൊന്നും ഇതുപോലെ ഓണപ്പാട്ടുകളൊക്കെ പാടി അങ്ങനെ. ഇപ്പോൾ ഓണസദ്യയൊക്കെ ഞാനൊരു സാങ്കല്പികമായ ഓണസദ്യ ഉണ്ടാക്കാറുണ്ട്. അതായത് വേവിക്കാത്തത്. ആണോ? ഞാൻ, അമ്മയുടെ മക്കള് എല്ലാവരും കൂടെ ചേർന്ന് ഡ്യൂപ്ലിക്കേറ്റ്, അതായത് കുമ്പളങ്ങാത്തോണ്ട് വാഴയില ഇത്യാദി സാധനങ്ങൾ ഉപയോഗിച്ച് ഓണസദ്യ ഉണ്ടാക്കും. ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഈ ഓണസദ്യ എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാണ്? എനിക്ക് എല്ലാം ഇഷ്ടം. കാളൻ ആണോ? എല്ലാം ഇഷ്ടമായിട്ടോ. ഒന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ. പിന്നെ പപ്പടം പ്രധാനമാണല്ലോ. പപ്പടം ഇല്ലാത്തൊരു സദ്യ ഇല്ല. പപ്പടത്തെ കുറിച്ചൊരു ഒരു പാരഡി ഗാനം അത് നമ്മുടെ മൈഫിൻ ടിവി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്താലോ? അതെ അതെ, അത് ഞാൻ പാട്ട് ടി വിയിലെക്കാട്ടും കേട്ട് ആരും പാടിയെന്ന് ഓർക്കണില്ല. പപ്പടങ്ങളെ നിങ്ങൾ പണ്ടാര സൃഷ്ടികളല്ലോ, പപ്പടങ്ങളെ നിങ്ങൾ പണ്ടാര സൃഷ്ടികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീയോണവും. പപ്പടങ്ങളെ നിങ്ങൾ പണ്ടാര സൃഷ്ടികളല്ലോ. ആഹാ, സൂപ്പർ പാട്ടാണ് കേട്ടോ. ചേച്ചി ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ഗായികയാണല്ലോ. മ്യൂസിക് ആണ് ചേച്ചിയുടെ കരിയർ എന്ന് ചേച്ചി എന്നോലാണ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്? 1.5 വയസ്സ് മുതൽ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നാണ് അച്ഛനമ്മയൊക്കെ പറഞ്ഞത്. ശരിക്കും എനിക്കും തോന്നിയായിരുന്നു. 1.5 വയസ്സ് മുതൽ ഞാൻ പാടുമായിരുന്നു. അതാണ്, ശാസ്ത്രീയ സംഗീതമാണ് പ്രധാനം. അതെ അല്ലേ? ശാസ്ത്രീയ സംഗീതമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ഈ ശാസ്ത്രീയ സംഗീതമൊക്കെ അഭ്യസിച്ച ചേച്ചി സിനിമയിൽ ആദ്യമായിട്ട് പാട്ട് പാടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ
ഫസ്റ്റ് നമ്പർ സോങ്സ് ഒക്കെ പാടിയപ്പോ? ഇല്ല, ഒന്നും തോന്നിയിട്ടില്ല. ശാസ്ത്രീയ സംഗീതം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായതുകൊണ്ട് ഭാഷാ പ്രശ്നമില്ല. ഏത് പാട്ടാണേലും പ്രശ്നം. ഇപ്പൊ ശാസ്ത്രീയ സംഗീതത്തിലെ കൃതികൾ തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ എല്ലാത്തിലും ഉണ്ടല്ലോ കൃതികൾ ഉള്ളത് കൊണ്ട് പാടുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഈ വൈക്കം വിജയലക്ഷ്മി എന്ന ചലച്ചിത്ര പിന്നണി ഗായികയിലേക്ക് എത്തിച്ചേരാനായിട്ട് ആരൊക്കെയാണ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ നിന്നിട്ടുള്ളത്? അച്ഛനും അമ്മയും. അച്ഛനമ്മയാണ്. അമ്മയും പണ്ട് മുതൽ അച്ഛനമ്മയുടെ പ്രോത്സാഹനമാണ്. എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനം, പ്രധാനമായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനം, ഗുരുക്കന്മാരുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും, നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, ജനങ്ങൾ എല്ലാവരും. സംഗീത പഠനം എന്നു മുതലാണ് ചേച്ചി ആരംഭിച്ചത്? 7-ാം വയസ്സിൽ ആണ് ഗുരുമുഖത്തു നിന്ന് സംഗീത പഠനം ആരംഭിച്ചത്. അത് ആദ്യം ഞാൻ ജനിച്ചത് തന്നെ 1981 ഒക്ടോബർ 7 വിജയദശമി നാളിലായിരുന്നു. അതിനുശേഷം അച്ഛൻ ഇവിടെ ഇലക്ട്രോണിക് വർക്കായതുകൊണ്ട് ഞങ്ങൾ 5 വയസ്സ് വരെ ചെന്നൈയിലായിരുന്നു. 5 വർഷം ചെന്നൈയിലായിരുന്നു. അച്ഛനവിടെ ആയിരുന്നു വർക്ക്. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ വന്നു. 5 വയസ്സിൽ വന്നു കേരളത്തിൽ വന്നു. പിന്നെ ദാസേട്ടൻ്റെ കാസറ്റുകൾ കേട്ടാണ്, ദാസേട്ടൻ്റെയും MS അമ്മയുടെയും കാസറ്റുകൾ കേട്ട് ആദ്യം പഠിക്കാൻ തുടങ്ങിയത്. 6-ാം വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം ദേവീക്ഷേത്രം, ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 7-ാം വയസ്സിൽ ഗുരുമുഖത്തു നിന്ന് സംഗീത പഠനം ആരംഭിച്ചു. ആദ്യ ഗുരു അമ്പലപ്പുഴ തുളസി ടീച്ചർ ആയിരുന്നു. ഇപ്പോഴും ടീച്ചറുണ്ട്. അതുകൂടാതെ വൈക്കം സുമംഗല ടീച്ചർ, പ്രസന്ന ടീച്ചർ, തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷ്. അതിനുശേഷം ഞാൻ മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചറിൻ്റെ കീഴിലും പി സുബ്രഹ്മണ്യ സാറിൻ്റെ കീഴിലും സംഗീതം അഭ്യസിച്ചുകൊണ്ടിരുന്നു. അവരിപ്പോഴും ഇല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ പഠിക്കുന്നത് നെടുമങ്ങാട് ശിവാനന്ദൻ സാർ, പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചേച്ചിയുടെ കലാജീവിതം എങ്ങനെയായിരുന്നു? സ്കൂളിൽ ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചിരുന്നത് കേട്ടോ. അതും കൂടി പറയാം, വിദ്യാഭ്യാസ കാലം കൂടി പറയാം. അല്ല, യുവജനോത്സവത്തിനൊക്കെ ചേച്ചിയുടെ ഏതെങ്കിലും മാസ്റ്റർ പീസ് ആയിട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അതിനുശേഷം ഇന്റർസോൺ കോളേജ് തലത്തിലും പിന്നെ കേരളോത്സവം നാഷണൽ ഫസ്റ്റ് ലഭിച്ചായിരുന്നു. ശാസ്ത്രീയ സംഗീതത്തിനായിരുന്നു. പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം ആധികാരികമായി പഠിച്ചിട്ടില്ല, എന്നാലും കാസറ്റുകൾ കേട്ടുള്ള ഒരു പഠനം വെച്ച് ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു. ഈ സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഈ സിനിമയില് കാറ്റേ കാറ്റേ എന്ന ഈ ആദ്യ ഗാനം എങ്ങനെയാണ് ചേച്ചിയിലേക്ക് എത്തിച്ചേർന്നത്? അത് M ജയേന്ദ്ര സാറ് ഒരു ദിവസം ഒരു ആത്മീയ യാത്ര എന്നുള്ള ചാനലിൽ അമൃതവർഷിണി രാഗം ഞാൻ പാടുന്നത് കേട്ടു. ഞാൻ ആലോചിക്കുന്നത് കേട്ടപ്പോൾ MS സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോഴാണ് കമൽ സാറ് ഒരു പഴയ കാല ചിത്രം നിർമ്മിക്കാൻ പോകുന്നു, സെല്ലുലോയിഡ്. അപ്പോൾ അതിൽ ഓപ്പണായിട്ട് പാടുന്ന, ഓപ്പൺ സിംഗിങ് ഉള്ള ഒരു ഫീമെയിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജയചന്ദ്ര സാർ എൻ്റെ പേര് സെലക്ട് ചെയ്തു. അതൊരു ഭാഗ്യമാണ്, എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായി മാറി. ശ്രീരാമേട്ടനും ഞാനും കൂടിയാണ് ആ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതിന് സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചു. അതൊരു ഭാഗ്യം തന്നെയാണ്. ആദ്യം തന്നെ അത് ലഭിച്ചത് ഭഗവാന്റെയൊക്കെ അനുഗ്രഹം, മാതാപിതാക്കളുടെയും പിന്നെ ഗുരു കടാക്ഷം, അതാണ് പ്രധാനമായിട്ട്. ചലച്ചിത്ര രംഗത്ത് സജീവമായിട്ട് നിൽക്കാനാണോ അതോ കച്ചേരികൾ, സ്റ്റേജ് ഷോകളൊക്കെ ചെയ്യുന്നതിലാണോ കുറച്ചുകൂടി ചേച്ചിക്ക് താല്പര്യം? രണ്ടും എനിക്ക് ഒരുപോലെ തന്നെ, രണ്ടും ഒരുപോലെ താല്പര്യമാണ്. ഇപ്പോൾ മ്യൂസിക് കരിയർ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ, അവർക്ക് എന്തൊക്കെ ടിപ്സ് ആണ് ചേച്ചിയുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അവർ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഗുരുഭക്തി വേണം, ഈശ്വര വിചാരം വേണം, ഗുരുഭക്തി പ്രധാനം. ഗുരു കടാക്ഷം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് TS രാധാകൃഷ്ണ സാറും ദക്ഷിണാമൂർത്തി സ്വാമികളും പറയുന്നത് പോലെ ഗുരു കടാക്ഷം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നേറാൻ സാധിക്കും. ഈശ്വര കടാക്ഷവും ഗുരു കടാക്ഷവും വേണം. അപ്പം അത് പ്രധാനമായിട്ടും ഗുരുഭക്തി വേണം. പിന്നെ അതുകൂടാതെ സംഗീതം ഒരു സാധനയായിട്ട് എടുക്കുക, ഡെയിലി സാധകം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സാധനയായി എടുക്കുക, ഒരു ഉപാസന, ഭഗവാനെ ഉപാസിക്കുന്നത് പോലെ സംഗീതത്തെ ഉപാസിക്കുക. മനോഹരമായ ഒരു ശബ്ദത്തിനുടമയാണ് ചേച്ചി. അപ്പൊ ഈ ശബ്ദം നിലനിർത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ വെറ്റില കഴിക്കും. വെറ്റില കഴിക്കും. പിന്നെ തണുത്തൊന്നും കഴിക്കാറില്ല. ചില ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് പറ്റൂല. മാതള നാരങ്ങയൊന്നും കഴിക്കാൻ പറ്റില്ല. ഓറഞ്ച് തന്നെ പുളിയുള്ളതാണെങ്കിൽ എനിക്ക് ശബ്ദം അടയ്ക്കുന്നു. അതായത് ഭക്ഷണ രീതികൾ അങ്ങനെയൊക്കെയുണ്ട്. പുളി ഇല്ലാത്ത തൈര്, പ്രോബയോട്ടിക്, ദാസേട്ടനൊക്കെ പറയാറുണ്ട്, പ്രോബയോട്ടിക് തൈര് കഴിക്കും കേട്ടോ. പുളി ഇല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല, പുളിയുള്ള കഴിക്കില്ല. എല്ലാ ദിവസവും രാവിലെ സാധകമൊക്കെ ചെയ്യുന്നുണ്ട്? പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്, പ്രോഗ്രാം ഇല്ലാത്തപ്പോഴൊക്കെ. ഗായത്രി വീണ മീട്ടുന്ന ചേച്ചിയുടെ ഒരു പ്രത്യേകതകളിലൊന്നാണല്ലോ, എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? അത് എനിക്ക് 15 വയസ്സുള്ളപ്പോൾ
എൻ്റെ കോ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ വിനോദ് എന്നാണ് പേര്. അദ്ദേഹം ഒരു കളിവീണ നിർമ്മിച്ചു, ഒരു കമ്പി ഉപയോഗിച്ച്. അങ്ങനെ കളിവീണ പല സാധനങ്ങളും നിർമ്മിക്കാറുണ്ട്, പല ഉപകരണങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ കളിവീണ നിർമ്മിച്ചു. അതിൽ എനിക്കൊരു ആഗ്രഹം തോന്നി ഒന്ന് വായിച്ചാലോ. ചുമ്മാ അതിൽ എല്ലാം ദേവിയുടെ അനുഗ്രഹം. അപ്പോൾ വായിച്ചു. പിന്നെ അച്ഛനോട് അമ്മയോട് സ്പൂൺ എടുക്കാൻ പറഞ്ഞു, സ്പൂൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സ്പൂൺ ഉപയോഗിച്ച് ആ കളിവീണ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അതിൽ ഞാൻ സപ്തസ്വരങ്ങൾ മുതൽ എല്ലാം വായിക്കാൻ തുടങ്ങി. അതൊരു വഴിത്തിരിവാണ്. അതിനുശേഷമാണ് 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഇപ്പോൾ 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒരു കമ്പിയിൽ ആക്കി ഇലക്ട്രിഫൈ ചെയ്ത് എനിക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തന്നു. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. ഈ ഒരു ഉപകരണത്തിന് ഗുരുദക്ഷിണ സമർപ്പിച്ച പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ കുന്നുക്കുടി വൈദ്യനാഥ ഭാഗവതർ സാറാണ് ഗായത്രി വീണ എന്ന് പേര് നൽകിയത്. ഇപ്പോൾ ഗായത്രി തമ്പുരു കുമ്മനം ശശികുമാർ സാറിൻ്റെ മകളുടെ പേരിലാണ് സമ്മാനം. എല്ലാ മത്സര വിജയികൾക്കും ഉണ്ട്, എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെന്ന് ഭാഗ്യം ലഭിച്ചത്. ശാസ്ത്രീയ സംഗീതത്തിന്റെ 2 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ? ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഫോണിലൂടെ സംഗീതം അഭ്യസിക്കുന്നുണ്ട് കേട്ടോ. എം ജയചന്ദ്രൻ സാറ്, ദാസേട്ടൻ, ആണോ? ഈ നമ്മുടെ ശിവാനന്ദ സാറ്, ബിന്നി കൃഷ്ണകുമാർ, ശരത് സാറ്, പി ഉണ്ണികൃഷ്ണൻ സാറ്, കാവാല ശ്രീകുമാറേട്ടൻ, പിന്നെ ശ്രീരാമേട്ടൻ, മധുബാലകൃഷ്ണൻ ചേട്ടൻ, ധാരാളം ഗുരുസമ്പത്തുകളുണ്ട്. സരസ്വതി മൂർത്തി ടീച്ചർ, മാലിന്യ ടീച്ചർ, അങ്ങനെ ഫോണിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എം ജയേന്ദ്ര സാറ് പഠിപ്പിച്ച കീർത്തനം ഒരെണ്ണം പാടാം. മാരവൈരി രമണി മാരവൈരി രമണി മാരവൈരി രമണി മാരവൈരി രമണി മഞ്ജുഭാഷിണി മാരവൈരി രമണി മഞ്ജുഭാഷിണി മാരവൈരി രമണി മഞ്ജുഭാഷിണി മാരവൈരി രമണി. താങ്ക് യു. ഇത് എം ജയചന്ദ്രൻ സാർ ഫോണിലൂടെ എന്നെ പഠിപ്പിച്ച കീർത്തനമാണ്. ഗായത്രി വീണ കൂടാതെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ചേച്ചി വായിക്കാറുള്ളത്? അതുകൂടാതെ മൃദംഗം, തകിൽ, തബല, ഗിടം എല്ലാം ഞാൻ വായിച്ച് നോക്കുന്നു. പഠിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു ഉദ്ദേശം വെച്ച് വായിച്ച് നോക്കാറുണ്ട്. കീബോർഡ് വായിക്കാറുണ്ട്. പിന്നെ കുട്ടികൾ കളിക്കുന്ന PP വായിക്കാറുണ്ട്. അതിലൊരു പാട്ട് കുറച്ചൊക്കെ വായിക്കാറുണ്ട്. പിന്നെ ഒരു റഷ്യൻ ഉപകരണം കസു എന്ന ഉപകരണം വായിക്കാറുണ്ട്. അത് നമുക്ക് വേണ്ടി ഒന്ന് ആയിക്കോട്ടെ, ഒരു പാട്ട് വായിച്ചാലോ? അപ്പോൾ ഞാൻ ഗായത്രി വീണയിൽ വായിക്കാൻ പോകുന്നത് ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്നുള്ള ചിത്രത്തിലെ പൂവേണം പൂപ്പട വേണം ദാസേട്ടൻ ആലപിച്ച, ദാസേട്ടൻ ലതിക ടീച്ചറും കൂടെ ആലപിച്ച ഗാനമാണ്. പിന്നെ ഈ ഉപകരണം ഗായത്രി വീണ ഞാൻ ദാസേട്ടനും സമർപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ഇതുവരെ നിർമ്മിച്ച് സമർപ്പിച്ചിട്ടുണ്ട്.
ഈ ഗായത്രി വീണ ദാസേട്ടന് ഗുരുദക്ഷിണയായി സമർപ്പിച്ചു. അത് അച്ഛൻ വേറെ നിർമ്മിച്ചിട്ട് സമർപ്പിച്ചു. 2019 ഞങ്ങൾ എറണാകുളത്ത് പോയായിരുന്നു. പിന്നെ നെടുമ്പാശ്ശേരിയിൽ മറ്റേ ഇവിടെ മാരിയറ്റ് ഹോട്ടലിൽ, എയർപോർട്ടിൻ്റെ അടുത്തുള്ള മാരിയറ്റ് ഹോട്ടലിൽ ദാസേട്ടൻ വിളിപ്പിച്ചു. അവിടെ വെച്ചാണ് ഇത് ഗായത്രി വീണ സമർപ്പിച്ചത്. മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറങ്ങു വെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ. എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. This program is sponsored by Kairali Agriculture Multi-State Cooperative